പാപ്പാ നിക്ക്. പിന്നെ നിങ്ങളെ പുന്നാര മകളുണ്ടല്ലോ, ആ പുളിക്കൽ മാനുവാജിന്റെ മകന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇതാ കത്ത് എഴുതി വെച്ചിക്കണ്. ഓളം മജ്ജത്തസ്കാരം ഞാൻ കഴിച്ചു. ഓള് പോയത് നന്നായുള്ളൂ. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില? ഇപ്പൊ 5 പൈസ അല്ലാണ്ട് കാര്യം നടന്നില്ലേ? ഇജ്ജെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോളോ? ഇല്ല, ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഓള് പൈക്കണതേ നല്ല തറവാട്ടിക്കാണ്, നല്ല പൈസക്കാരുമാണ്, പിന്നെ നാട്ടിലെ പ്രമാണിയാണോ. കാഞ്ഞ ബുദ്ധനെ വാപ്പാക്ക്. ഏതായാലും നല്ല സങ്കടല്ലമാരെ അഭിനയിച്ചോളൂ. ആ ഇത് ഓലാണ് വിളിക്കണത്. എന്റെ ചെറുക്കന്റെയും നിങ്ങളുടെ മോളെയും നിക്കാഹ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പാർട്ടി നാളെയാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ മകളുമില്ല. ഓൾ മരിച്ചു എന്നാണ് കണക്കൂട്ടിക്കോളാകള്. അങ്ങനെയാണോ? നിങ്ങളെ മോളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. ഓൾക്ക് ഞാൻ 50 പവനാ കൊടുക്കാൻ പോണത്. നിങ്ങൾ 50 പവനോ 100 പവനോ എത്രയാണെങ്കിലും കൊടുത്തോളി, ചില പ്രശ്നമില്ല. വാശിയാണെങ്കിൽ മാനുവജി അത്ര മോശമൊന്നുമില്ല. ഞാൻ ചിലപ്പോ 100 കൊടുക്കും. ഞാൻ വലിയാക്ക, നിങ്ങളിപ്പോ ഇനി വാശിക്കും വെക്കണത്തിനൊന്നും പോകണ്ട. ഓരോ മകള് പോയ സങ്കടം ഓർക്കും ഉണ്ടാവില്ലേ? ആ ഫോണ് കാട്ടിക്കാണ് നിങ്ങള്. കഴിഞ്ഞത് കഴിഞ്ഞു. എന്റെ അനിയൻ ചെയ്തതും തെറ്റന്നെ. എന്നാലും ഞാൻ ഓളെ ഇങ്ങനെ നോക്കി വളർത്തിയതാ. എന്റെ മകളായി പോയില്ലേ. നാളെ അതിന്റെ പാർട്ടി നടക്കണ്ട്. നിങ്ങളെല്ലാരും കുടുംബസമേതം വരണം. നല്ല ബട്ടൻ ബിരിയാണി തിന്നിട്ട് നമുക്ക് പോവാം. ഞാൻ എന്തായാലും ഓളെ പാർട്ടിയിൽ പോയില്ലേ. ഞാൻ എല്ലാം പറഞ്ഞ് ഞങ്ങളെ കുടുംബക്കാരെ കൂട്ടിട്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു തരാം. നമ്മളവിടെ അവന്റെ കളി. ജയ്, കുട്ടികളെയും കുട്ടികളെ ജ്വല്ലറി പോയിട്ട് അവർക്കെല്ലാം വേണ്ട സ്വർണ്ണം എടുത്തു. ഇനി കുടുംബക്കാരെ വിളിച്ചില്ല അതിന്റെ പരാതി വേണ്ട. ഞങ്ങൾക്കൊരു ബസ് ആളെ വിളിച്ചിട്ടാണ് പോകാം. ആയിക്കോട്ടെ.